ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോയിൽ വന്നത് നമുക്ക് വില കുറച്ച് കിട്ടുന്ന പലതിനും നമുക്ക് ഒരു വാല്യൂ ഉണ്ടാവില്ല. പലപ്പോഴും നമുക്ക് ഈ വാല്യൂ കൊടുക്കാതെ ലഭിക്കുന്ന പലതിനും അസാധ്യമായിട്ടുള്ള വാല്യൂ ആണ്. അതിലൊന്നാണ് ഒരു ഘടകത്തെക്കുറിച്ച് ഇന്ന് പറയാൻ വരികയാണ്: സൂര്യപ്രകാശം. നമുക്കറിയാം, സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ആ വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിന് കിട്ടിയാൽ മാത്രമേ ശരീരത്തിന് കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം പോലുള്ളതൊക്കെ ആഗിരണം ചെയ്യാനും വേണ്ട വിധം ശരീരത്തിന് ഉപയോഗപ്പെടുത്താനൊക്കെ കഴിയുള്ളൂ. പലപ്പോഴും നമ്മൾ അത് വിട്ടുപോകുന്നുണ്ട്. കാരണം നമുക്കറിയാം, സൂര്യപ്രകാശം കൊള്ളൂ, ആയുസ് നേടൂ എന്നൊക്കെ പറയാറുണ്ട്. ഒരു കാര്യം ഒന്ന് ചിന്തിക്കുക: ഭൂമിയിലെ ഏത് ഭാഗത്താണോ സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ കിട്ടുന്നത്, ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മനുഷ്യന് ആയുസ് കൂടുതലുള്ളതും അതുപോലെ ജീവജാലങ്ങൾ കൂടുതലുള്ളതും എന്ന് മനസ്സിലാക്കുക. ജീവജാലങ്ങൾ മാത്രമല്ല, സസ്യജാലങ്ങളും കൂടുതലുള്ളത് സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ പതിയുന്ന ഭൂമിയുടെ ഭാഗങ്ങളിലാണ്. അത്രമാത്രം സൂര്യൻ്റെ എനർജി നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി ലഭിക്കുവാൻ നിത്യവും നിങ്ങൾ ഇളം വെയിൽ കൊള്ളാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക്